ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ നയനയുടെ 3-ാം മാസ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുവാണ്. ഈ സമയത്ത് എനിക്ക് വല്ലാത്ത ടെൻഷൻ. എന്ത് ചെയ്യാൻ പറ്റും? നന്ദു തന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. അവള് വാങ്ങി തന്ന ഡ്രസ്സ് താൻ ഇട്ടിട്ടില്ല, അവന്തിക വാങ്ങി തന്ന ഇട്ടിരിക്കുന്നെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷനായി. അനി ഇടയ്ക്കിടയ്ക്ക് നന്ദുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കനക നോക്കുന്നുണ്ടായിരുന്നു. തന്റെ മോൾ ഇവനെ നോക്കുന്നു പോലുമില്ല, പക്ഷെ ഇവൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് തന്റെ മോളെ നോക്കുന്നു എന്നൊരു ചിന്തയായിരുന്നു കനകയുടെ ഉള്ളിലും. കനകയാണെങ്കിലോ പരന്തിന്റെ മുന്നിൽ നിന്ന് കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ടുപോകുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് നന്ദുവിനെ അനിയുടെ നോട്ടത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. കാരണം നന്ദു എവിടെയും നിൽക്കുന്ന സമയത്ത് അനി ഒന്ന് സംസാരിക്കാന്ന് കരുതി വരുമ്പോഴത്തേനും കനക അങ്ങോട്ടേക്ക് വരും. കനകയ്ക്കറിയാം ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചാൽ ശരിയാവത്തില്ലെന്നുള്ള കാര്യം. എനിക്കാണെങ്കിലോ അവളുടെ തെറ്റിദ്ധാരണ ഒന്ന് മാറ്റിയെടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ചടങ്ങുകളൊക്കെ തീർന്നതിന് ശേഷം എല്ലാവരും കൂടെ കൂടിയിരുന്ന് ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. ആ സമയത്തും നന്ദു അനിയ മൈൻഡ് പോലും ചെയ്തില്ല. എനിക്ക് അതിൽ കൂടുതലൊന്നും സഹിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്തികയാണെങ്കിലോ ഈ സമയത്ത് അനിയോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനിയുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ. എനിക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. നന്ദുവിന്റെ അടുത്ത് എങ്ങനെയാലും സംസാരിക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ സംസാരിക്കാം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് ഇടിച്ചു കയറി അവന്തിക വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒടുവിൽ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു അവസരം കിട്ടുന്നുണ്ട് നന്ദുവായിട്ട് സംസാരിക്കാനായിട്ട്. നന്ദുവിന്റെ അടുത്തേക്ക് അനി ചെന്നു. ഈ സമയം നന്ദു പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകാനായിട്ട് തുടങ്ങി. പക്ഷെ അനി വിട്ടില്ല. അനി പറഞ്ഞു, നന്ദു എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. നിനക്ക് എന്താ പറയാനുള്ളേ? എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. കേൾക്കണം, നീ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെയാണ് കാര്യങ്ങൾ പറയണേ. ഞാൻ വല്ലാതെ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയണ്ടായിരുന്നില്ല. നീ വാങ്ങിച്ചെന്ന ഡ്രസ്സ് എനിക്ക് ഇടണം എന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവന്റെ ഈ ഡ്രസ്സുമായിട്ട് വന്നേ. ഒടുവിൽ നന്ദു പറഞ്ഞു, അപ്പം ഞാൻ വാങ്ങിത്തന്ന ഡ്രസ്സിന് വിലയില്ലല്ലേ എന്ന് ചോദിച്ചു. അതല്ല നന്ദു, ഒരു പക്ഷെ ഞാൻ അത് ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദ്യം പറച്ചിലൊക്കെ ആവും. എന്താ എങ്ങനെയാന്നൊക്കെ. സാരമില്ല, നീ വാങ്ങിത്തന്ന ഡ്രസ്സ് ഇട്ടോണ്ട് അടുത്ത ദിവസം നമുക്ക് തമ്മിൽ കാണാന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കുമാണ് കനക അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നന്ദു പറഞ്ഞു, അമ്മ വരുന്നുണ്ട്, ഇനി അമ്മ കണ്ട ഇത് മതി അടുത്ത പ്രശ്നം. അതൊന്നും പറഞ്ഞുകൊണ്ട് നന്ദു പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയി. എനിക്കെന്നാലും ഒരു സമാധാനമൊക്കെ ആയി. അവള് കൂടുതൽ ചീത്തയൊന്നും പറഞ്ഞില്ലോ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. കുറച്ച് സമയം എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അതിൻ്റെതായൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പോകുന്ന സമയത്ത് നയന ഇന്ന് മുത്തശ്ശിയോട് പറഞ്ഞു, അതെ മുത്തശ്ശിയോട് എൻ്റെ അന്വേഷണം അറിയിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, ഞാൻ പറഞ്ഞു വെക്കാം, അറിയാലോ മുത്തശ്ശൻ്റെ സ്വഭാവം അറിയാലോ. ഞാൻ നിങ്ങളുടെ കാര്യം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി എന്നെ ചീത്ത പറയാനായിട്ട്. പഴയ സ്വഭാവമൊന്നും അല്ല മോളേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു, സാരമില്ല മുത്തശ്ശി, ഇതൊക്കെ മാറും. ഒരു ദിവസം ഞാനും ആദർശേണ്ണും ഞങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അധിക കാലമൊന്നും അതിന് കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു വിശേഷങ്ങളൊക്കെ അറിയാൻ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, എന്ത് പരിപാടി ദേഹം കാണിച്ചേ? ഞാനാണെങ്കിൽ ആകെപ്പാടെ പെട്ടുപോയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ സംസാരിക്കരുതെന്ന്. കൃത്യം വീഡിയോ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിച്ചിരിക്കുന്നു. ഓ, എന്ത് ചെയ്യാനാടോ. ആ അബി അപ്പോഴങ്ങോട്ട് കയറി വന്നേ. അബിയെ കണ്ടു കഴിഞ്ഞപ്പം എനിക്കും ആകെപ്പാടെ വെപ്രാളമായിപ്പോയി. അറിയാലോ, എങ്ങാനും അവൻ കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയില്ലായിരുന്നോ. എന്തായാലും ഫംഗ്ഷനൊക്കെ അടിപൊളിയായിരുന്നു. വീഡിയോ കോൾ വിളിച്ച് ഞാൻ കാണിച്ചില്ലേന്ന് ചോദിച്ചു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാ എനിക്കൊരു സമാധാനം ഇത്. അല്ല, ഞാൻ തന്നെ നെക്ലേസ് നയന മോൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അതെന്തൊരു ചോദ്യം ഇദ്ദേഹം ചോദിക്കുന്നത്? ഇഷ്ടപ്പെട്ടോന്നോ? നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല നയനമോള് പറയുകയും ചെയ്തു, ഇതുപോലത്തെ ഒരു ഡിസൈനിങ് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്ന്. അത് കേട്ടപ്പോൾ മുത്തശ്ശന് സന്തോഷമായി. ഇപ്പൊ സന്തോഷമായല്ലോ, ഇത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ കാത്തിരുന്നതെന്നൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയോട് പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്തിക നാഗേന്ദ്രനെ കാണാനായിട്ട് അങ്ങനെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് നാഗേന്ദ്രന്റെ വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. അവന്തിക 3-ാം മാസ ചടങ്ങിനെ കുറിച്ച് എല്ലാം പറയാം. ആ സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ ഈ അനന്തപുരിക്കാർക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാന്ന് പറഞ്ഞു. എന്ത്? ആ നയനെന്ന് പറയുന്നതുണ്ടല്ലോ, അവളെ വെച്ച് നമുക്കൊരു പണി കൊടുക്കാന്ന് പറഞ്ഞു. അല്ലച്ചാ അതെങ്ങനെയാന്ന് ചോദിച്ചു. അതിനൊക്കെയുള്ള വഴിയുണ്ടെന്ന് പറഞ്ഞു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഞാൻ ആ കാര്യം തീരുമാനിച്ചു, ഒരു പണി കൊടുക്കാൻ തന്നെ. ഈ പറയുന്ന നയനയ്ക്ക് നൊന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിക്കാർക്ക് മുഴുവൻ നോവും. ഈ മൂർത്തി എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, അയാൾക്ക് നോവുന്ന, അയാൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവന്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കൊടുത്തു. നയനെന്ന് പറയുന്നവളും നന്ദു എന്ന് പറയുന്നവളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അഭിയേട്ടനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അത് മാത്രമല്ല
അഭിയേട്ടനെ അവിടെ ഇടിക്കാനായിട്ട് കാരണക്കാരി നന്ദുവാണ്. അപ്പം നന്ദുവിന് വേണ്ടുന്ന പിരിയെ കയറ്റിക്കൊടുത്ത ഈ നയനെന്ന് പറയുന്നോളാം അവളെയും വിടില്ല അച്ഛാന്ന് പറഞ്ഞു. അതൊക്കെ ഓർത്ത് മോള് വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ മോൾക്ക് ആ സന്തോഷ വാർത്തയൊക്കെ അറിയാൻ കഴിയും. പിന്നെ അറിയാലോ, അനന്തപുരിയില് നല്ല പിള്ളയായിട്ട് കുറച്ച് കാലം കൂടെ ഇങ്ങോട്ട് ഇങ്ങനെ പോണം. അനിയെ കയ്യിലെടുക്കുന്നവരെ അനിയുടെ നിന്റെ കല്യാണം, അതാണ് ഇനി ഇപ്പം നമ്മുടെ അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞു. അതച്ഛ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. അനാമികയായിട്ടുള്ള ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ ഉറപ്പായിട്ടും ഞാനും അനിയണ്ണനും കൂടെ ഒന്നാവൂന്ന് പറഞ്ഞു. അല്ല നിനക്ക് അത്രയ്ക്ക് ആത്മവിശ്വാസം ഉണ്ടോ? ഉണ്ടച്ചാ, ഉറപ്പായിട്ടും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ കണ്ടീഷനിൽ പോകുവാണെങ്കിൽ മുത്തശ്ശൻ ഉറപ്പായിട്ടും ഞങ്ങളുടെ ബന്ധത്തിന് സമ്മതിക്കുക തന്നെ ചെയ്യും. പിന്നെ ഈ പറയുന്ന അനിയണ്ണൻ അത്ര സ്വഭാവ ദൂഷ്യമൊന്നും ഉള്ള ആളല്ലോ. ആ സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, അത് ശരിയാ, അത്ര നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ഭാഗ്യം തന്നെയാണ്. പിന്നെ നിനക്ക് അറിയാലോ അനിയെക്കുറിച്ച്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഇതേ സമയം ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഗോവിന്ദനും കനയൊക്കെ വീട്ടിലേക്ക് വന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു, എന്നാലും നവ്യേച്ചി ചടങ്ങിന് വരേണ്ടതായിരുന്നു, കഷ്ടമുണ്ടല്ലേ. കനക പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ, അവളുടെ കാര്യം അറിയാവുന്നതല്ലേ. അല്ലെങ്കിലും അവൾ അങ്ങനെ തന്നെയാ, പണ്ട് മുതൽ സ്വന്തം കാര്യം ചിന്താവാന്നുള്ള. ഗോവിന്ദൻ പറഞ്ഞു, നയനമോൾക്ക് വിഷമമുണ്ടെന്ന് അറിയാം, പക്ഷെ പുറമേ ഒന്നും കാണിക്കാത്തതെന്ന് പറഞ്ഞു. കന പറഞ്ഞു, അവള് പണ്ട് തൊട്ട് അങ്ങനെയല്ലേ, എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വിഷമമെന്ന് കരുതിയിട്ട് പുറമെ കാണിക്കാത്ത. എന്നാലും ഈ നയന നവ്യക്ക് വേണ്ടിയിട്ട് എത്രമാത്രം ഉപകാരങ്ങളൊക്കെ ചെയ്താ. നവ്യയുടെ കല്യാണം നടത്തി കൊടുക്കാൻ പോലും നയനയാണ് മുൻകൈ ഇട്ട് നിന്നത്. എന്നിട്ട് പോലും അതുപോലും കണക്ക് കൂട്ടാതെയല്ലേ അവളുടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞപ്പം നവ്യ തിരിഞ്ഞു പോലും നോക്കാത്തെ. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കുമൊന്നും വേണ്ട. അധികം വൈകാതെ അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും. അമ്മ കണ്ടു. അങ്ങനെ പുറത്ത് വന്ന് കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഈ പറയുന്ന നവ്യേച്ച് തന്നെ അവനുണ്ടല്ലോ അബിയെ, അവനെ തള്ളിപ്പറയും. കന പറഞ്ഞ ആ പ്രതീക്ഷയൊന്നും എനിക്കിനിയും ഇല്ല മോളെ. കാരണം അങ്ങനെയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നല്ലോ. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചെന്ന് ചോദിച്ചു. അമ്മ വിഷമിക്കാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക, അതധികം വൈകാതെ ഉണ്ടാവും. നവ്യേച്ചിക്ക് എന്താണെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. ഇനി അധികകാലം അങ്ങനെ മുന്നോട്ട് പോകേണ്ട വരത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഏഞ്ചൂരിലേക്ക് ജോയിൻ ചെയ്യാനുള്ള സമയമായി അബിക്ക്. കാരണം ജോയിൻ ചെയ്യാൻ 1-ാം തീയതി ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു അബിക്ക് വേണ്ടുന്ന പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നവിയെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് അബി രാവിലെ തന്നെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ നേരെ പൂജാമുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജലജ അബിയും കൂടെ അങ്ങോട്ട് വന്നു. നവ്യാണ് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ജലജ പറഞ്ഞു, ഇവിടെ എൻ്റെ മോനായതുകൊണ്ടാ, ഇവന്റെ സ്ഥാനത്ത് ആദർശോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് പൂജയും കാര്യങ്ങളും എല്ലാം ഉണ്ടായെന്ന് പറഞ്ഞു. നവ്യ പറഞ്ഞു, അതൊന്നും സാരമില്ലമ്മേ, പോട്ടെ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അബിക്ക് വേണ്ടി നമ്മളൊക്കെ ഉണ്ടല്ലോ, അത് മതിയെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, അല്ലെങ്കിലും എനിക്കൊരു നല്ല കാലം ഉണ്ടാകുന്ന ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല. എന്തിനേറെ പറയുന്നു, നിന്റെ അച്ഛനും അമ്മയ്ക്കും പോലും ഇഷ്ടമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ എന്നെ നിന്നെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചേ. നവ്യ പറഞ്ഞു, അത് ശരിയാ അബി, സാരമില്ല, നീ വിഷമിക്കണ്ട, ഇങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. അധികം വൈകാതെ തന്നെ കണ്ടു മൂർത്തി ജ്വല്ലറി തകർച്ചയുടെ വക്കിലെത്തും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവരും പഠിച്ചോളും. നിനക്ക് എന്താണെങ്കിലും കൃത്യസമയത്ത് തന്നെ ജ്വല്ലറി ജോലി കിട്ടിയില്ലേ, ഇനിയിപ്പം നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഡേവിഡ് സാറൊക്കെ എത്ര നല്ല ആളാണെന്നറിയാവോ. സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, സാറ് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്ക് പല കാര്യത്തിലും എനിക്ക് അനുഭവം ഉള്ളതെന്നൊക്കെ അബിയോട് പറയണം. അബി പറഞ്ഞു, അത് ശരിയാ, ഒരു പക്ഷേ നീ മോഡലായിട്ട് അഭിനയിക്കാൻ പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ജോലി പോലും കിട്ടത്തില്ലായിരുന്നൊക്കെ അബി അങ്ങനെ നവ്യ ഇച്ചിരി പുകഴ്ത്തി പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നവ്യ അതിനകത്തേക്ക് വീണു. അങ്ങനെ ഒടുവിൽ പോകാനായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ജലജ പറഞ്ഞു, അല്ല അബി, നീ ഒരു കാര്യം ചെയ്യാം, നിന്റെ മുത്തശ്ശൻ്റെ അടുത്ത് പോയി ഒന്ന് പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു. എന്തിനാ ഇനി ആ വായിരിക്കുന്നതും കൂടെ ചീത്തയും കൂടെ കേൾക്കാനാണെന്ന് ചോദിച്ചു. അല്ല, ചീത്ത പറയുമായിരിക്കും, എന്നാലും ഇനിയിപ്പോൾ പറയത്തില്ലേ കളവന്, പറഞ്ഞില്ല എന്നൊക്കെ പറയത്തില്ലേ. നബി പറഞ്ഞു, അത് ശരിയാ, ഒന്ന് പോയി പറഞ്ഞിട്ട് പോകുന്നതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂർത്തി മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോകുന്നൊക്കെ കൊള്ളാം, ഇനി അവിടെയും ചെന്നിട്ട് കള്ളനെന്ന പേര് കേൾപ്പിക്കാനാണെങ്കിൽ അറിയാലോ. പിന്നെ നിന്നെക്കുറിച്ച് അവർക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്ന് തോന്നേ. അറിയാമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നിനക്ക് അവിടെ ജോലി തരത്തില്ലായിരുന്നു. നിന്റെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പോൾ അവർ തന്നെ നിന്നെ പിരിച്ചു വിട്ടോളും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പം അബിക്ക് എന്ത് മറുപടി പറയാൻ നടത്തില്ല. നവ്യ നിൽക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റിയില്ല. ആ സമയം നവ്യ പറഞ്ഞു, മുത്തശ്ശ, ഒരു നല്ല കാര്യത്തിന് മുമ്പ് ഇങ്ങനെയാണോ പറയണേ? നവ്യേ, നിനക്ക് ഇവനെക്കുറിച്ച് അറിയത്തില്ലാത്തോണ്ടാ, പിന്നീട് നിനക്ക് അത് മനസ്സിലാക്കിയോളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അബി ജ്വല്ലറിയിലേക്ക് പോവുകയാണ് മാനേജറായി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.